അതെ, നോക്കിയേ, ഇന്ന് കിട്ടിയത് കുറച്ച് കൈപ്പക്കിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൈപ്പക്കിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മക്കളെ. അപ്പോൾ എന്താ പരിപാടി എന്നല്ലേ പറഞ്ഞു തരാവേ. അപ്പം കൈപ്പക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇന്ന് എൻ്റെ ക്യാമറമാൻ ആരാ? അക്കുഡൂസ് അല്ലേ? അക്കുഡു, എൻ്റെ അക്കുഡൂസ് ഹായ് പറ എല്ലാവർക്കും. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കേ. അപ്പോൾ എല്ലാവർക്കും സുഖം. അപ്പോൾ അക്കുഡൂസാണ് ഇന്ന് ക്യാമറാമാന്. അപ്പോൾ എനിക്ക് നന്നായിട്ട് പിടിച്ചു തരുന്നൊക്കെ ഉണ്ടായിരുന്നു. മൊബൈലൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. സ്കൂളൊക്കെ അവധിയാണല്ലോ. അപ്പം നമ്മൾ മുറിക്കുമ്പോൾ ഇത് കനം കുറഞ്ഞ് വേണം കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇതുപോലെ കട്ടി കുറഞ്ഞ് മുറിച്ചെടുക്കണേ. അതായത് ഫ്രഷായിട്ട് ഇപ്പം പറിച്ചെടുത്ത കൈപ്പക്ക കേട്ടോ. അടിപൊളി കൈപ്പക്കയാണ്. അപ്പോൾ ഇത് നേർങ്ങനെയായിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ. അപ്പം വലിയൊരു ചെമ്പ് വെച്ച് അതിലേക്ക് വെള്ളം കുറച്ച് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് പാകത്തിനുള്ള മഞ്ഞളും ഉപ്പും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് എന്താക്കാം, വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കിതിൽ പിന്നെ നേർങ്ങനെയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൈപ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വേവിച്ചൊന്നും കൊടുക്കണ്ടേ. നിങ്ങൾക്കിപ്പം കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നില്ലേ. നമ്മൾ കൈപ്പക്ക ഉണക്കി വെക്കുകയാണ്. അപ്പം ചിലവർ ചില ആൾക്കാർ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, കൈപ്പക്ക വെറുതെ മുറിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഉണക്കിയെടുക്കും. പക്ഷേ ഇതുപോലെ ചെയ്താൽ നല്ലതാട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ കുറേ കാലത്തേക്ക് എത്തും കേട്ടോ. അപ്പോൾ കൈപ്പയ്ക്ക് ഇന്ന് നന്നായിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി, ഇന്ന് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ക്യാമറമാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പം തന്നെ ഞാൻ ഇത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇത് ഉണക്കാൻ വയ്ക്കണം. അപ്പം ഞാനുണ്ടല്ലോ എന്തെങ്കിലും പറയുമ്പോൾ ഈ അപ്പം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അത് അറിയാണ്ട് വന്നു പോകുന്നത് കേട്ടോ. ഇത് ചെറുത് മുതലേ ഉള്ളതാണേ. എല്ലാവരും മാറ്റാൻ പറഞ്ഞിരുന്നു. അപ്പം എന്ത് പറഞ്ഞാലും അങ്ങനെ എന്നിട്ട് അപ്പം അങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ അത് മാറില്ല. എൻ്റെ കൂടപ്പിറപ്പ് പോലെ അതെൻ്റെ കൂടെ തന്നെയുണ്ട്. ഇപ്പം എൻ്റെ അക്കുഡൂസും ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ പറയും അപ്പം. അപ്പോഴാണ് ഞാൻ വിചാരിക്കുക, അയ്യോ ഞാനും ഇങ്ങനെ തന്നെയല്ലേ പറയാറ് എന്ന് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഊറ്റിയെടുക്കട്ടെ. നമുക്കിപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പം, എൻ്റെ ഇപ്പോൾ റിഹാനാണെങ്കിലും സ്കൂളിൽ ചോറ് കൊണ്ടുപോകുമ്പം ഇതുപോലെ എന്തെങ്കിലും വറുത്തതും, അതായത് ഒന്നെങ്കിൽ കൈപ്പക്ക അല്ലെങ്കിൽ വടുവ, അതുപോലെ ചക്കക്കാലമാകുമ്പം ചക്കയൊക്കെ പപ്പടമാക്കി വെക്കും, വടുവ ഉണ്ടാക്കി വെക്കും, അങ്ങനെ അച്ചാർ, തുറമാങ്ങ അങ്ങനെയെല്ലാം ഉണ്ടാക്കി വെക്കാറ് കേട്ടോ. അപ്പം ഇതുപോലെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഉണക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഉണങ്ങിക്കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ചോറിനൊക്കെ കൊണ്ടുപോകാൻ, സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഇങ്ങനെ എന്തെങ്കിലും, അവന് കറികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും വറുത്തിട്ടും കുറച്ച് ചമ്മന്തി മാത്രമേ വേണ്ടൂ സ്കൂളിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഒരു 5-6 ദിവസം വെയിൽ കൊണ്ടിട്ടാട്ടോ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ മഴയും ഉണ്ട്, അതിൻ്റെ ഇടയിൽ തണുപ്പുമാണ്. അപ്പം വെയിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. 5-6 ദിവസം ഇതായിട്ട് ഇതുപോലെ ഉണങ്ങി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസത്തേക്ക്, കുറേ കാലത്തേക്ക് കിട്ടിയിട്ടോ. കുറേ കാലമല്ല, എന്നാലും ഒരു 2-3 മാസത്തേക്ക് ഉള്ളതുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ചൂടാവുക, ഇത് വറുത്തെടുക്കുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പം ഞാനിന്ന് ചെറുപയറിട്ട് കഞ്ഞിയാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം കുറച്ച് ഞാൻ വിചാരിച്ചു കൈപ്പക്കി ഇതാക്കുക. അതുപോലെ തുറമാക്കി ഉണ്ടാക്കി വെച്ചതുണ്ട്, തുറമാങ്ങയില്ലേ ഉണ്ടാക്കി വെച്ചതുണ്ട്. പിന്നെ ഒരു ചമ്മന്തി അരച്ചു, അതൊക്കെ മതിയെന്നേ. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും കൈപ്പക്കയൊക്കെ ഇപ്പം വീട്ടിലില്ലെങ്കിലും ടൗണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണല്ലോ. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ, വീട്ടിലൊക്കെ നല്ലതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും കേട്ടോ.